ഭാവിയിലെ നേതാക്കളായ യുവാക്കൾക്ക് നമ്മുടെ സമൂഹത്തെയും ഭൂമിയെയും കുറിച്ച് വിശാലമായ ധാരണ നൽകുന്നതിനും സൽസ്വഭാവം വളർത്തുന്നതിനും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓഗസ്റ്റ് 14 ഇന്റർനാഷണൽ വി ലവ് യു ഫൗണ്ടേഷൻ വി ലവ് യു സ്കൂൾ യുവാക്കൾക്കായുള്ള സ്വഭാവ വിദ്യാഭ്യാസം 2023 സംഘടിപ്പിച്ചു. പകർച്ചവ്യാധി അവസാനിച്ചതിനെ തുടർന്ന് പുനരാരംഭിച്ച ഈ വിദ്യാഭ്യാസ പരിപാടിയിൽ സിയോങ്നാം മേഖലയിൽ നിന്നുള്ള 50ഓളം മിഡിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. 이 스티커는 첫인상 스티커라고 하는데요. 이 첫인상을 통해서 이 주변에 있는 친구들과 간단하게 인사하는 시간을 한번 가져보도록 하겠습니다. പ്രധാന പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾക്കിടയിലെ അപരിചിതത്വവും ജാള്യതയും മാറ്റിയെടുക്കുന്നതിനായി ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ നടത്തി. ഫസ്റ്റ് ഇംപ്രഷൻ സ്റ്റിക്കറുകൾ പതിച്ചും ബാലൻസിംഗ് ഗെയിം കളിച്ചും വിദ്യാർത്ഥികൾ പരസ്പരം സൗഹൃദം സ്ഥാപിച്ചു. സന്തോഷകരവും സൗഹൃദപരവുമായ ഒരു അന്തരീക്ഷത്തിൽ ഈ വിദ്യാഭ്യാസ പരിപാടിയിൽ പങ്കുചേരാൻ അവർക്ക് സാധിച്ചു. ഈ വിദ്യാഭ്യാസ പരിപാടിക്ക് 3 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഇന്റർനാഷണൽ വി ലവ് യു ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ജാങ് ഗിൽജായുടെ സ്വഭാവ രൂപീകരണത്തെക്കുറിച്ചുള്ള പ്രത്യേക പ്രഭാഷണം, വിദഗ്ധരുടെ ആഗോള പൗരത്വ വിദ്യാഭ്യാസം, പരിസ്ഥിതി വിദ്യാഭ്യാസം എന്നിവ. ആദ്യ പീരിയഡിൽ സ്വഭാവ രൂപീകരണത്തെക്കുറിച്ചുള്ള തന്റെ പ്രത്യേക പ്രഭാഷണത്തിൽ ചെയർപേഴ്സൺ ജാങ് ഗിൽജ മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരായി കരുതുന്ന നിസ്വാർത്ഥമായ മനോഭാവത്തിന് ഊന്നൽ നൽകി. ഹാർട്ട് ബ്രേക്ക് റിഡ്ജ് യുദ്ധത്തിന്റെ കഥ, മഹാനായ അലക്സാണ്ടറുടെ കഥ, ബൈബിളിലെ നല്ല ശമരിക്കാരന്റെ ഉപമ എന്നിങ്ങനെ വിവിധ ഉദാഹരണങ്ങൾ അവർ നൽകി. 여러분들이 바른 인간 관계를 배우고 익혀서 악하고 무질서한 세상을 바르게 세워서 미래의 세계는 좀 더 선한 세상, 평화로운 세상, 기쁨이 넘치는 세상, 서로 힘이 되는 세상, 서로를 격려하고 응원할 줄 아는 세상을 만들어가는 멋있는 주인공들이 되어 주시기를 바랍니다. ആദ്യ പീരിയഡിന് ശേഷം വിദ്യാർത്ഥികളിൽ സഹാനുഭൂതി, സഹകരണ മനോഭാവം, പരിസ്ഥിതി അവബോധം എന്നിവ വളർത്തുന്നതിനായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. വിദ്യാഭ്യാസത്തിലൂടെ കാലാവസ്ഥാ പ്രതിസന്ധിയുടെ കാരണങ്ങൾ, പ്രകൃതി വിപത്തുകളുടെ നിലവിലെ സാഹചര്യം, ഈ പ്രതിസന്ധിയെ മറികടക്കുന്നതിൽ യുവാക്കളുടെ പങ്ക്, പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി. 3ാം കാലയളവിൽ ആഗോള പൗരത്വത്തിന്റെ മനോഭാവം, പരസ്പരം വ്യക്തിത്വത്തെ ബഹുമാനിക്കുക, വ്യത്യാസങ്ങൾ അംഗീകരിക്കുക, സഹകരിക്കുക എന്ന് അവർ മനസ്സിലാക്കി. 21세기 지구촌의 가치라고 하는 것은 인간의 존엄성과 자유와 평등과 그리고 평화라는 것이죠. 나의 가치를 존중하고 이웃의 가치를 존중하고 지구 마을 모든 이웃의 가치와 존엄성을 우리가 인정하는 것이 굉장히 중요하다. 서로 이웃과 더불어 나누며 배려하며 공존한 그런 삶을 사는, 거기서 진정한 행복을 가는, 우리 오늘 수업받은 이 학생들이 서로 정말 행복하게 나누면서 배려하면서 더 나은 사회를 구성할 그런 노력과 그런 자세를 갖는다 그러면 참 이 오늘 교육의 의미가 크다고 생각합니다.
환경 오염에 대해서 아이들이 심각성을 좀 인식을 했으면 좋겠고 생활 속 실천을 해서 예방 교육이 좀 됐으면 좋겠다는 생각으로 진행을 했고요. 특강 속에서 이타심은 부모님께 효도하고 형제 자매를 사랑하고 친구들과 친하게 지내고 먼저 인사하는 것이라 배웠는데요. 학교에서 친구들에게 먼저 다가가는, 먼저 배려를 베푸는 학생이었을까 저 자신을 다시 돌아볼 수 있는 아주 좋은 시간이었던 것 같습니다. 남을 위해서 먼저 배려하고 제 이득보다 친구의 이득을 더 배려해주면서 노력해야겠다고 생각했습니다. 학교에서 선생님들을 만나면 사실 먼저 인사하기가 좀 힘들어서 간혹 못했던 경우가 있는데요. 오늘 이 인성교육을 통해서 인사하는 모습이 더 중요하다고 말씀해 주셨으니까 선생님들이나 친구들을 만났을 때 먼저 인사하는 모습을 보여야겠다고 생각했고 선배인 내가 먼저 본이 되어서 후배들에게도 먼저 인사할 수 있는 그런 모습, 학생이 되어야겠다고 생각했습니다. 말하는 것 하나나 또 행동하는 것 하나나 조금 배려하는 마음, 존중하는 마음을 담아서 바른 언어, 또 바른 행동으로 친구들에게 실천하고 싶습니다. യുവാക്കളിൽ നല്ല മൂല്യങ്ങളും സൽസ്വഭാവവും വളർത്തിയെടുക്കുന്നതിനായി ഇന്റർനാഷണൽ വി ലവ് യു ഫൗണ്ടേഷൻ തുടർച്ചയായി സ്വഭാവ രൂപീകരണ വിദ്യാഭ്യാസം നടത്തിവരുന്നു. രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണം, പരിസ്ഥിതി വിദ്യാഭ്യാസം, ആഗോള പൗരത്വ വിദ്യാഭ്യാസം എന്നിവ വ്യാപകമായി നൽകിക്കൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കാനുള്ള ഇന്റർനാഷണൽ വി ലവ് യു ഫൗണ്ടേഷന്റെ ശ്രമങ്ങൾ ഇനിയും തുടരും.